ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. വടയുടെ കൂട്ടത്തിലും ദോശയുടെ കൂട്ടത്തിലും ഇഡ്ഡലിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന തേങ്ങാ ചമ്മന്തി. അപ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും, അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക്, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുളക് ആഡ് ചെയ്യാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലുള്ളവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് കുഞ്ഞുള്ളി കിട്ടാനില്ലാത്തതുകൊണ്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാന് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പൊക്കെ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെയും കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ആവുന്നത് കൊള്ളില്ല. എന്നിട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയാണ്.